ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബാൽസം ചെടികളുടെ ഫ്ലവറിംഗ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് നമുക്ക് എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. സിംഗിൾ പെറ്റൽസ് വരുന്ന ബാൽസാണ്. ഇത് വളരെ ഈസിയാണ്. നമുക്ക് തണ്ട് കുറച്ച് നട്ടിട്ടൊക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം വെയിലുള്ള സ്ഥലത്തും ഓർ ഡയറക്റ്റ് വെയിലില്ലാത്ത സ്ഥലത്തുള്ളൊക്കെ ഈ പ്ലാന്റുകൾ നിറയെ പൂക്കളുണ്ടാവും. നിലത്തും ഗ്രോ ബാഗിലൊക്കെ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ്. കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റിയാണ്. ഇതിൽ തന്നെ പല കളറിലുള്ള ബാൽസങ്ങളുണ്ട്. വൈറ്റ്, ഓറഞ്ച്, റെഡ്. നമ്മുടെ ഓറഞ്ച് വെറൈറ്റിയാണ്. പൂക്കളായി വരുന്നതേ ഉള്ളൂ. എല്ലാത്തിനും മുട്ടുകളൊക്കെ ഉണ്ട്. ഇതുള്ള പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ബാൽസാണ്. നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ റീപോർട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാം. ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെറിയൊരു ചട്ടിയിൽ വെച്ച് കൊടുത്തതാണ്. അതിൽ കുറച്ച് സ്പ്രെഡായിട്ട് വളർന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് സെപ്പറേറ്റ് ആക്കി തൈകളാക്കി മാറ്റി വയ്ക്കാനാണ്. നമ്മൾ ഏത് ബാൽസം ചെടികളാണെങ്കിലും നമുക്ക് തണ്ട് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തൈകൾ റീപോർട്ടിങ്ങിന് സമയത്ത് മാറ്റിയാൽ ഒക്കെ നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചട്ടിയിൽ നമ്മൾ ചെടി മാറ്റിയതിനു ശേഷം ഇതേപോലെ മണ്ണ് മുഴുവനായിട്ട് നീക്കം ചെയ്തിട്ടുണ്ട്. ചുവട്ടിൽ നല്ല തൈകൾ നമുക്ക് വേര് പൊട്ടാത്ത രീതിയിൽ തന്നെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ തണ്ട് മുറിച്ചതിനേക്കാളും ഏറ്റവും നല്ലത് ഇത്തരത്തിൽ വേരുകളടക്കം നമ്മൾ റീപോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് തൈകൾ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. വേരടക്കം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6-7 തൈകൾ നമുക്ക് ഈ ഒരു ചുവട്ടിൽ നിന്ന് തന്നെ ഇതേപോലെ അടർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പം നമുക്ക് നട്ടുകൊടുത്താൽ ഏകദേശം പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമ്മൾ തണ്ട് വയ്ക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചെടികൾ പിടിച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ മുറിച്ച ഭാഗത്ത് നമുക്ക് കുറച്ച് ഫംഗിസൈഡ് എന്തെങ്കിലും പരട്ടി കൊടുത്താൽ മതി. നമ്മളിതിൽ സാഫാണ് പരട്ടി കൊടുക്കുന്നത്. ഇതേപോലെ ഓരോ ചെടി നമ്മൾ അടർത്തി മാറ്റിയ ഭാഗത്ത് സാഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫംഗിസൈഡ് നമ്മൾ പരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മൾ മണ്ണിലേക്ക് ഡയറക്റ്റ് നടുന്ന സമയത്ത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ചെടികളും ഈ രീതിയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ടിങ്ങുകൾ എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ചെടി വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടി, മണ്ണും കുറച്ച് മണലും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇത്തരത്തിൽ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ചെടി ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മൾ ഓരോ ഗ്രോ ബാഗിലായിട്ട് 1-2 തൈകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാൽസം ചെടികൾ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഏകദേശം 2-3 ആഴ്ച ആകുമ്പോഴേക്ക് ഇതിൽ നിന്ന് തൈകളൊക്കെ വരാൻ തുടങ്ങും. പിന്നെ പൂക്കളിടാൻ നിറയെ പൂക്കുകയും ചെയ്യും. ഇതിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട്. നമ്മളെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമ്മൾ വേനലിലൊക്കെ നശിച്ചു പോയതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഇതേപോലെ വളർത്തിയെടുക്കാൻ പോകുന്നു. സിംഗിൾ പെറ്റൽസും ഡബിൾ പെറ്റൽസിലൊക്കെ ഉള്ള ബാൽസം ചെടികളുണ്ട്. ഇപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നേരത്തെ കണ്ടതൊക്കെ നമ്മൾ സാധാ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബാൽസം ചെടികളാണ്. ഇത് കുറച്ചും കൂടി വലുപ്പമുള്ള പൂക്കളായിരിക്കും. ഡാർക്ക് കളറിലായിരിക്കും പൂക്കളുണ്ടാവുക. നമ്മളെ ഗാർഡനിൽ പെട്ടെന്ന് പൂക്കൾ വിരിയിച്ചെടുക്കാനൊക്കെ നമുക്ക് ഈ ബാൽസം ചെടികൾ നട്ടു കൊടുത്താൽ മതി. ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.